ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വാർഡിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വാർഡിൽ ഒരു സംഭവം കണ്ടുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ടവർ വരുന്നതുണ്ടോ? ഈ ടവറിൻ്റെ യാതൊരുവിധ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. അയൽവക്കക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല. ഇതൊന്നും കാണാതാണ് ഇങ്ങനൊരു ടവർ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. നാട്ടുകാരും ഒന്നും പറയുന്നില്ല. അവരുടെ ആരോടും ചോദിക്കാതെ ആരുടെ അനുമതി ഇല്ലാതാണ് ഈ ടവർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ ഹൃദയമായ 18-ാം വാർഡിലാണ് ഈ ടവർ പണി എയർടെൽ നടത്തുന്നത്. ഇവിടുത്തെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് ഈ വാർഡിൽ താമസിക്കുന്ന അല്ലെ അയൽവക്കക്കാരോട് മൊത്തം സംസാരിച്ചപ്പോൾ ആരോടും ഒരു കൺസേൺ വാങ്ങിക്കാതാണ് ഇങ്ങനെ ഒരു ടവർ ഇവിടെ സ്ഥാപിക്കുന്നത്. അടൂർ നമ്മൾ മറ്റ് ടവറുകളും എങ്ങനെയാണ് പണിയുന്നത് എന്ന് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് മുനിസിപ്പാലിറ്റി കൺസേൺ കൊടുക്കാതെ അല്ലെ മുനിസിപ്പാലിറ്റി അനുവാദം കൊടുക്കാതെ ഒരു ടവറും ഒരിടത്തും സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നാണ്. മുനിസിപ്പാലിറ്റി കൺസേൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് കോടതിയിൽ പോയാലും ആ ടവർ അവിടെ നിലനിൽക്കും എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മൾ ഒരു ടവറും ഇന്ന് വരെ സ്ഥാപിക്കാൻ കഴിയുകയില്ല. അഥവാ നമ്മൾ ഇനി കേസിന് പോയാൽ പോലും മുനിസിപ്പാലിറ്റി അനുവാദം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വാർഡിലെ മെമ്പറും കഴിഞ്ഞ കാലങ്ങളിൽ ഈ വാർഡിൻ്റെ മെമ്പറായിരുന്ന വ്യക്തിയും അറിയാതെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ടവർ ഉണ്ടാവാൻ ഇടയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ഇങ്ങനെ ഒരു ടവർ ഇവിടെ വന്നാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ടവർ ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മുനിസിപ്പാലിറ്റി അറിയാതെ മുനിസിപ്പാലിറ്റി ഇതിന് അനുവാദം കൊടുക്കാതെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ടവർ ഈ പന്നിവിടയിൽ യാഥാർത്ഥ്യമാകാൻ പാടില്ല. ഈ എവിടെയൊക്കെ ടവർ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഈ നാട്ടുകാരോട് പലരോട് സംസാരിച്ചപ്പോൾ ഒരാൾ പോലും ഇതിന് കൺസേൺ തന്നിട്ടില്ല. ഞങ്ങൾ പല വീടുകളിൽ പോയി സംസാരിച്ചു. അപ്പുറത്തുള്ള ഈ സമീപവാസിയായ ബെറ്റി ടീച്ചറോട് സംസാരിച്ചു. അവരൊന്നും അറിയാതെയാണ് ഇങ്ങനെ ഒരു സംഭവം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പൗരപ്രമുഖരും ഈ രാഷ്ട്രീയ നേതാവുമായ അച്ചായനോട് സംസാരിക്കാം. ചാനലും അറിഞ്ഞിട്ടുണ്ടോ ഇവിടെ ടവർ വന്നാക്കും? ആരും അറിഞ്ഞിട്ടില്ല. ഇതൊരു പകുതിയായപ്പോൾ തുടക്കത്തിൽ ഞാൻ ചോദിച്ചത് എന്തോനാണ്, അന്നേരം എന്തിനാണെന്നാ പറഞ്ഞു. എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ സംതിങ് ചെറുപ്പക്കാരൻ ഞാൻ മനസ്സിലാക്കി നാളെ ഇനി എന്ത് കേസ് വന്നാലും ഞാൻ മനസ്സിലാക്കിയാണെങ്കിൽ മുനിസിപ്പാലിറ്റി അംഗീകാരം കൊടുക്കാതെ ഒരിടത്തും നിങ്ങൾക്കൊരു മതില് പണിയാൻ പറ്റുമോ? നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു കുഴിക്കാൻ പറ്റുമോ? എന്നിട്ട് ഇതപ്പം നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഇവിടെ കഴിഞ്ഞ വട്ടം ആരും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വട്ടം ആരാന്നറിയാമല്ലോ. അപ്പൊ പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റി അറിയാം. അങ്ങനെ ഇവിടെ കിടക്കും. ഒരു മെമ്പർമാരും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് തെറ്റ്. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലായിക്കോ. 6 മാസത്തിന് മുമ്പ് മുനിസിപ്പാലിറ്റി കൊടുത്തതാണ് ഇവിടുത്തെ ജോൺ മാത്യു പറഞ്ഞു. എന്റെ ഡോക്ടർ ജോൺ മാത്യു പറഞ്ഞു, എന്നോട് പറഞ്ഞു. ഈ പറയുന്ന കഴിഞ്ഞ 2 വർഷം കൺസേൺ ആയിട്ട് മെമ്പറായിരുന്ന ആരാന്നറിയാമല്ലോ. അവരിപ്പോ ആരാണ്? അവർക്ക് ഇത് കെട്ടിക്കഴിഞ്ഞ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ഇനിയൊന്നും കോടികൾ കിട്ടും. ഇനി ഒരു കോടതി പോയ പോലെ മുനിസിപ്പാലിറ്റി ഇവരെല്ലാം കൂടി ചേർന്ന് അതിന്റെ സംഭവം അടുത്ത സമയത്ത് തന്നെ നമ്മൾ അനുഭവിക്കാം. അതിനാരാ നാളെ വരും വോട്ട് തേടി. ഇവനൊക്കെ നാളെ വരും വോട്ട് എനിക്ക് വയ്യെന്നുണ്ട്. ഞാനുണ്ട് അച്ഛൻ. എനിക്കിതിന്റെ കാര്യമൊന്നുമില്ല. ശരി, അച്ഛൻ ദൂരെ കിടക്കുന്ന മനുഷ്യനാ. നാട്ടുകാരൻ എന്ന സ്ഥിതിക്ക് അച്ഛൻ എന്താണ് പറയാനുള്ളത്? മാത്രമല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്.
അച്ഛാ ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടെ കേരള കോൺഗ്രസും കോൺഗ്രസും ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റും ഒക്കെ ആവണമെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരിക്കണ്ടേ? ഇവിടെ നിൽക്കുന്ന ഓരോ മെമ്പർമാരും ജയിച്ചത് ഞങ്ങളുടെയൊക്കെ സിമ്പതി കൊണ്ടാ അച്ഛാ ജയിച്ചേക്കുന്നത്. ഈ ടവറിനെ കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? ഈ ഇത് ടവർ നാട്ടുകാർക്ക് നല്ലതാണോ ദോഷമാണോ? നല്ലതാണ് അവര് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അനുഭവക്കാര് പറയുന്നു. അവിടെ റവന്യൂ ടവറിന്റെ മണ്ടേ കൊണ്ട് വെച്ചുകൂടെ അച്ഛാ? ആനന്ദപ്പിള്ളേ അവിടെ ഒരു ടവർ പോലെ വെച്ചിട്ടുണ്ട്. അതിന്റെ അവസ്ഥ എന്താണെന്നറിയാം. നാട്ടുകാർക്ക് മൊത്തം ആ അവസ്ഥ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കളിപ്പിലായി പോയി. നമുക്ക് ഇത് ലക്ഷങ്ങൾ വാങ്ങിച്ചുള്ളൊരു പരിപാടി. അത് മാത്രമേ ഞാൻ പറയൂ. ലക്ഷങ്ങൾ മേടിച്ചുള്ള പരിപാടി ഇത് അവർക്കറിയാം. അതിന്റെ അനുഭവം നിങ്ങൾ നാളെ അനുഭവിക്കും, നമ്മളെല്ലാം അനുഭവിക്കും. ഇത് അവർക്കറിയാം. നമ്മളെല്ലാം അനുഭവിക്കും. ഇവിടുത്തെ മെമ്പർമാരും എല്ലാവരും കേന്ദ്രത്തിന്റെ നടുക്ക്